നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ വിശ്വസിച്ചു പോരുന്നൊരു കാര്യം. അതായത് ഇപ്പോൾ ഒരു വലിയ കഷ്ടപ്പാട് വന്നാൽ അതിന്റെ അവസാനം ഒരു നല്ല കാലം വരും എന്ന്. ഒരു ഇരുണ്ട തുരങ്കം താണ്ടിയാൽ വെളിച്ചം കാണാം എന്നൊക്കെ പറയാറില്ലേ? അതെ അതെ, വളരെ സാധാരണയായി എല്ലാവരും പറയുന്ന ഒരു ആശ്വാസവാക്കാണത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ ആഴത്തിലുള്ള വിശകലനത്തിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഒരൊറ്റ വാചകം പറയുന്നത് ഈ തുരങ്കം തിയറി ശരിക്കും തെറ്റാണെന്നാണ്. അതെ, നിങ്ങളിപ്പോൾ ഏതെങ്കിലും വലിയ പ്രൊജക്റ്റിന്റെ ടെൻഷനിലായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം കരിയറിൽ എന്തെങ്കിലും വലിയ പ്രശ്നം നേരിടുകയാകാം. നിങ്ങൾക്കായിട്ട് വളരെ ചെറിയ എന്നാൽ നമ്മുടെ ചിന്തകളെ മൊത്തത്തിൽ മാറ്റുന്ന ഒരു വാചകത്തിന്റെ പൊരുൾ കണ്ടെത്തുക എന്നതാണ് ഇന്നത്തെ ദൗത്യം. തീർച്ചയായും. ആ വാചകം എവിടെ നിന്നാണെന്ന് കൂടെ പറയണം. അതെ, ദൈവികമായ ആശ്വാസം അഥവാ ഡിവൈൻ കൺസലേഷൻ എന്ന് പറയുന്ന ഉറവിടത്തു നിന്നുള്ളതാണ് ഈ കാര്യം. 94-ാം അധ്യായം 5-ാമത്തെ വരി ഇതാണ്. അതായത്, അതിനാൽ തീർച്ചയായും ഓരോ പ്രയാസത്തോടൊപ്പവും എളുപ്പമുണ്ട്. ഇതൊരു വെറും ഉപദേശമല്ല കേട്ടോ, നമ്മൾ പ്രതിസന്ധികളെ കാണുന്ന രീതിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പ്രസ്താവനയാണത്. ശരിക്കും ഇതൊരു വലിയ വാഗ്ദാനമാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ പേടികളെയാണ് ഈ വരി നേരിട്ട് അഡ്രസ്സ് ചെയ്യുന്നത്. നമ്മൾ ഈ ഉറവിടം വായിക്കുമ്പോൾ അതൊരു തത്വശാസ്ത്രം മാത്രമായിട്ട് തോന്നാം. എന്നാൽ എന്താ പറയാ, നമ്മുടെ മാനസിക പ്രതിസന്ധികളെ നേരിടാനുള്ള വളരെ കൃത്യമായൊരു സൈക്കോളജിക്കൽ ടൂൾ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. എനിക്കിതിലെ ചില വാക്കുകൾ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. പ്രത്യേകിച്ച് ഈ തീർച്ചയായും പിന്നെ ഓരോ എന്നൊക്കെയുള്ള വാക്കുകൾ. ഇതൊരു ഗ്യാരണ്ടി പോലെയാണോ? അതായത് ഇപ്പോൾ വെളിച്ചത്ത് തടയുന്നൊരു വസ്തു വരുമ്പോഴാണല്ലോ നിഴല് വീഴുന്നത്, അല്ലേ? അതെ. അപ്പോ ആ നിഴല് അവിടെയുണ്ട് എന്ന് വെച്ചാൽ അതിന് കാരണമായ വെളിച്ചം അവിടെ എവിടെയോ ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെ അല്ലേ അത്? ആ വെളിച്ചമുള്ളതുകൊണ്ടല്ലേ നിഴലുണ്ടായത്? ഇതുപോലെയാണോ ഈ വാഗ്ദാനവും? ആ, നിഴലിന്റെ ഉപമ വളരെ കൃത്യമാണ്. നമുക്കതൊന്നുകൂടെ വിപുലീകരിക്കാം. വെളിച്ചത്തിന്റെ അടുത്തേക്ക് ഒരു വസ്തു എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം വലുതായിരിക്കുമല്ലോ അതിന്റെ നിഴലും. അതെ, ശരിയാണ്. അതായത്, നിഴലിന്റെ വലിപ്പവും ആ ഒരു ഇരുട്ടും വെളിച്ചത്തിന്റെ സാന്നിധ്യത്തെ കൂടുതൽ ശക്തമായി കാണിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഉറവിടത്തിന്റെ തലക്കെട്ടിൽ തന്നെയുണ്ട്, ഇതൊരു ദൈവീകമായ ആശ്വാസമാണ്. നമ്മൾ സാധാരണ മനുഷ്യർ പരസ്പരം നൽകുന്ന ഒരു ആശ്വാസമല്ല ഇത്. അതായത് ഇപ്പൊ നമ്മൾ സുഹൃത്തുക്കളോട് സാരമില്ല, എല്ലാം ശരിയാകും എന്ന് പറയുന്ന പോലെയല്ല എന്നല്ലേ? ഇപ്പോൾ ശരിയാകാതിരിക്കാം. പക്ഷേ ഇവിടെ ഈ തീർച്ചയായും എന്ന വാക്ക് ഒരു മാറ്റമില്ലാത്ത വസ്തുതയെയാണ് കാണിക്കുന്നത്. പ്രയാസവുമുണ്ട്, അവിടെ എളുപ്പവുമുണ്ട്. പിന്നെ ഓരോ എന്ന വാക്ക് ശ്രദ്ധിച്ചില്ലേ? ഓരോ പ്രയാസവും. അതെ. ഇതിൽ നിന്ന് ഒരൊറ്റ പ്രയാസവും ഒഴിവാക്കപ്പെട്ടിട്ടില്ല എന്നാണത് സൂചിപ്പിക്കുന്നത്. അതിപ്പോ ശാരീരികമോ മാനസികമോ സാമ്പത്തികമോ ആയ എന്ത് പ്രതിസന്ധിയുമാകാം. നിയമം എല്ലാവർക്കും എന്തിനും ഒരുപോലെയാണ്. അവിടെ എനിക്കൊരു ചെറിയ സംശയം വരുന്നുണ്ട്. എനിക്കൊരു വലിയ വൈരുദ്ധ്യം തോന്നുന്നു എന്ന് തന്നെ പറയാം. ഈ ഉറവിടത്തിന്റെ തലക്കെട്ടിൽ പറയുന്നത് പ്രയാസത്തിന് ശേഷം എന്നാണ്. പക്ഷേ നമ്മൾ വായിച്ച ഒറിജിനൽ വാചകത്തിൽ പറയുന്നത് പ്രയാസത്തോടൊപ്പം എന്നാണ്. ഇത് രണ്ടും വിരുദ്ധമല്ലേ? നല്ലൊരു പോയിന്റാണത്. വളരെ രസകരമായൊരു കാര്യം കൂടിയാണിത്. അതായത് നമ്മൾ സാധാരണ ശേഷമെന്ന് പറയുമ്പോൾ ആ പ്രയാസം കഴിയുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുമല്ലോ. ഒരു ടൈം ലൈൻ പോലെ. ആദ്യം ബുദ്ധിമുട്ട് വരുന്നു, അത് കഴിയുന്നു, പിന്നെ ആശ്വാസം വരുന്നു. എന്നാൽ ഒപ്പമെന്ന് പറയുമ്പോൾ അത് രണ്ടും ഒരേ സമയം സംഭവിക്കുന്ന ഒന്നല്ലേ? ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ഞാൻ എളുപ്പവും അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒരുതരം വിരോധാഭാസമല്ലേ? നോക്കൂ, അതാണ് ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ്, അല്ലെങ്കിൽ ഒരു ആഹാ മൊമെന്റ് എന്ന് പറയാം. നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് പ്രയാസം ഒരു ഫേസ് ആണെന്നും അത് കഴിഞ്ഞിട്ട് തുടങ്ങുന്ന പുതിയ ഫേസാണ് എളുപ്പമെന്നുമാണ്. അതെ, അങ്ങനെയാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ വാചകം ആ ധാരണയെ പൂർണ്ണമായും തിരുത്തുന്നുണ്ട്. എളുപ്പമെന്നത് പ്രയാസത്തിനു ശേഷം മാത്രം വരുന്ന ഒന്നല്ല, അത് പ്രയാസത്തിനുള്ളിൽ തന്നെ അന്തർലീനമായിട്ടുള്ള ഒന്നാണ്. അതായത് ആ ബുദ്ധിമുട്ടിനകത്ത് തന്നെയുണ്ട് എന്നാണോ? അതേ. ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ ഒരു പുതിയ വിഷയം പഠിക്കുകയാണെന്ന് വയ്ക്കാം. ഒരു സങ്കീർണമായ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഭയങ്കര സ്ട്രെസ്സായിരിക്കില്ലേ? തീർച്ചയായും. തല പുകയുന്ന പരിപാടിയാണ്. അതെ, ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. എന്നാൽ ആ കടുത്ത പ്രയാസത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ തന്നെ നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ ചില പുതിയ ന്യൂറൽ കണക്ഷനുകൾ രൂപപ്പെടുന്നുണ്ട്. അതായത് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള നിങ്ങളുടെ കഴിവ് അവിടെ കൂടുകയാണ്. ഓ,
അപ്പോൾ ആ പ്രോസസ്സ് തന്നെയാണ് എളുപ്പമുണ്ടാക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ അതെ. പൂർണ്ണമായി ആ ഭാഷ പഠിച്ചെടുക്കുക എന്നത് പിന്നീട് വരുന്ന ഒന്നാകാം. അതാണ് ആ തലക്കെട്ടിൽ പറയുന്ന പ്രയാസത്തിന് ശേഷമുള്ള എളുപ്പം. എന്നാൽ ആ പ്രതിസന്ധിയെ നേരിടാനുള്ള ശേഷി ആ പഠനപ്രക്രിയയിലുടനീളം നിങ്ങൾ നേടുന്നുണ്ട്. അതാണ് പ്രയാസത്തോടൊപ്പമുള്ള എളുപ്പം. ഇതൊരു പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്ന കാര്യത്തിൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. കാരണം അത് നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്ന ഒരു ബുദ്ധിമുട്ടാണല്ലോ. അതിൽ ആശ്വാസം കണ്ടെത്താൻ എളുപ്പമാണ്. പക്ഷേ തീർത്തും അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില ആഘാതങ്ങളില്ലേ? അതെ, തീർച്ചയായും. അതായത് ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം ഒരാളുടെ സ്വന്തം ബിസിനസ് തകർന്ന് അയാൾക്ക് എല്ലാം നഷ്ടപ്പെടുന്നു എന്ന് കരുതുക. അല്ലെങ്കിൽ വല്ലാത്തൊരു ആരോഗ്യ പ്രശ്നം വരുന്നു. ഇതൊക്കെ ഭയങ്കര പേടിപ്പെടുത്തുന്ന അവസ്ഥകളാണ്. എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആ നിമിഷത്തിൽ ആ വ്യക്തി അനുഭവിക്കുന്ന ആ വല്ലാത്ത ഭയത്തിനും ആശങ്കയ്ക്കുമൊപ്പം എങ്ങനെയാണ് ഈ പറയുന്ന എളുപ്പം നിൽക്കുക? ശരിയാണ്. അവിടെ ഈ തത്വം ഒട്ടും പ്രായോഗികമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വ്യക്തിയോട് നിങ്ങൾക്കിതിനൊപ്പം എളുപ്പവുമുണ്ടെന്ന് പറയുന്നത് വെറുമൊരു തമാശയായി പോവില്ലേ? വളരെ ആഴത്തിലുള്ളൊരു ചോദ്യമാണ്. നമ്മൾ സ്വയം തിരഞ്ഞെടുക്കാത്ത വലിയ ദുരന്തങ്ങളിൽ ഈ വാചകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ മനുഷ്യ ശരീരത്തിന്റെ ഒരു ബയോളജിക്കൽ പ്രോസസ് നമ്മളൊന്ന് ചിന്തിക്കണം. ബയോളജിയോ? അതെന്താണ് അങ്ങനൊരു ഉപമ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് തന്നെ ഈ തത്വം അറിയാം. ഇപ്പോ ജിമ്മിൽ പോയി ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളെ ഒന്ന് ഓർത്തു നോക്കൂ. അയാൾ വലിയ ഭാരം ഉയർത്തുമ്പോൾ ശരിക്കും അയാളുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അയാളുടെ പേശികളിൽ ചെറിയ ചെറിയ വിള്ളലുകൾ ഉണ്ടാകുകയാണ്. അതിനെ മൈക്രോ ടിയേഴ്സ് എന്ന് പറയും. അതായത് പേശികൾക്ക് ശരിക്കും കേടുപാടുകൾ സംഭവിക്കുകയാണല്ലേ? ഒരു തരം തകർച്ച. അതെ. പക്ഷേ ശരീരം ആ തകർച്ചയെ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പേശികൾക്ക് കൂടുതൽ കരുത്ത് കിട്ടുന്നതും അത് വളരുന്നതും. ഇവിടെ ഈ മസിലിനുണ്ടാകുന്ന വിള്ളൽ അല്ലെങ്കിൽ പ്രയാസമെന്നത് വളർച്ച എന്ന എളുപ്പത്തിന് കാരണമാകുന്ന വേറൊരു കാര്യമല്ല. ആ വിള്ളൽ തന്നെയാണ് വളർച്ചയുടെ യഥാർത്ഥ മെക്കാനിസം. പ്രയാസവും എളുപ്പവും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലുമല്ല. അവ ശരിക്കും ഒന്നു തന്നെയാണ്. വാവ്! അതായത് പ്രയാസം തന്നെയാണ് എളുപ്പത്തിലേക്കുള്ള വഴിയെന്ന്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ആ ബിസിനസ് തകരുന്ന ഉദാഹരണത്തിലേക്ക് തന്നെ തിരികെ വരാം. അവിടെ എവിടെയാണ് ഈ മസിൽ വളരുന്ന പോലുള്ള എളുപ്പം നടക്കുന്നത്? ആ സമയത്ത് അയാൾക്കതൊന്നും കാണാൻ പറ്റില്ലല്ലോ. ബിസിനസ് തകരുമ്പോഴുണ്ടാകുന്ന ആഘാതം വളരെ വലുതാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ തകർച്ചയുടെ നിമിഷത്തിൽ തന്നെ ചില കാര്യങ്ങൾ അയാളുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്. ഒന്നാമതായി, ഭയങ്കര എമർജൻസി സിറ്റുവേഷനിൽ മാത്രം വർക്ക് ചെയ്യുന്ന ചില സർവൈവൽ സ്കിൽസ് നമ്മുടെ തലച്ചോറ് ആ സമയത്ത് പുറത്തെടുക്കും. അതായത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം വരുന്ന അതിജീവന തന്ത്രങ്ങൾ. അതെ. രണ്ടാമത്തെ കാര്യം, ആ വലിയ പ്രതിസന്ധിയിൽ കൂടെ നിൽക്കുന്നവരാര്, ഒഴിഞ്ഞുമാറുന്നവരാര് എന്ന് ഒറ്റ നിമിഷം കൊണ്ട് തിരിച്ചറിയാൻ അയാൾക്ക് പറ്റും. ഒരുപക്ഷെ വർഷങ്ങളെടുത്ത് അയാൾ പഠിക്കേണ്ടിയിരുന്ന പാഠങ്ങൾ ആ ഒറ്റ നിമിഷത്തിൽ അയാൾക്ക് മനസ്സിലാകുന്നു. വലിയ നഷ്ടത്തിനൊപ്പം തന്നെ ഭാവിയിൽ അതിലും വലിയൊരു പതനത്തിൽ നിന്ന് അയാളെ രക്ഷിക്കാൻ പോകുന്ന അറിവ് ആ നിമിഷത്തിൽ അവിടെ ജനിക്കുന്നുണ്ട്. അതാണ് പ്രയാസത്തോടൊപ്പമുള്ള എളുപ്പമെന്ന് പറയുന്നത്. നമ്മൾ എളുപ്പം എന്ന് വിചാരിക്കുന്നത് എപ്പോഴും എന്താ പറയുക, ബാങ്ക് അക്കൗണ്ടിൽ പണം വരുന്നതോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ നടക്കുന്നതോ ഒക്കെയാണല്ലേ? അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ശരിക്കുമുള്ള എളുപ്പത്തെ കാണാൻ പറ്റാത്തതെന്ന് തോന്നുന്നു. കൃത്യമായി പറഞ്ഞു. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാകണമെന്നില്ല ആ എളുപ്പം. മറിച്ച് ആ സാഹചര്യത്തിൽ നമ്മൾക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യമാവും അത്. അപ്പോൾ എനിക്കൊരു വലിയ സംശയം വരുന്നുണ്ട്. ഇതൊരു പ്രപഞ്ച സത്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുമ്പോൾ നമുക്കൊരിക്കലും ഇതിലെ എളുപ്പത്തെ കാണാൻ കഴിയാത്തത്? നമ്മൾ വല്ലാതെ വേദനിക്കുമ്പോൾ ആരും ഇതിനൊപ്പമുള്ള ആശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കാറില്ലല്ലോ. അതെന്തുകൊണ്ടാകും? അതിന് പ്രധാന കാരണം മനുഷ്യന്റെ സൈക്കോളജി തന്നെയാണ്. പിന്നെ നമ്മുടെ പരിണാമപരമായ ചില പ്രത്യേകതകളും. സൈക്കോളജിയിൽ ഇതിനെ നെഗറ്റിവിറ്റി ബയാസ് എന്ന് പറയും. നെഗറ്റിവിറ്റി ബയാസ്, അതായത് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന രീതിയാണോ? അതെ. ആദിമകാലം മുതൽ തന്നെ മനുഷ്യന്റെ തലച്ചോറ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഭീഷണികളെയും അപകടങ്ങളെയും പെട്ടെന്ന് തിരിച്ചറിയാനാണ്. കാരണം ജീവൻ നിലനിർത്താൻ അതാണല്ലോ ആവശ്യം. നിങ്ങൾക്ക് ചുറ്റും 100 നല്ല കാര്യങ്ങൾ നടന്നാലും ഒരു ചെറിയ അപകടം വന്നാൽ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ആ അപകടത്തിൽ തന്നെയായിരിക്കും. അത് ശരിയാണ്. നമ്മളൊരു ചെറിയ നെഗറ്റീവ് കമന്റ് കേട്ടാൽ ബാക്കി 100 പോസിറ്റീവ് കാര്യങ്ങൾ മറന്നുപോകുന്ന പോലെ. അതെ അതെ. ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ തലച്ചോറിലെ അമിഗ്ഡല എന്ന ഭാഗം ഈ പേടിയെ ഏറ്റെടുക്കും. എന്നിട്ട് നമുക്കൊരു ടണൽ വിഷൻ ഉണ്ടാക്കും.
അതായത് വളരെ ഇടുങ്ങിയ ഒരു കാഴ്ചപ്പാട്. ആ ഒരു പ്രശ്നം മാത്രമേ നമ്മൾ കാണൂ. അതിനു ചുറ്റും നടക്കുന്ന നല്ല കാര്യങ്ങളെ തലച്ചോറ് വേണമെന്ന് വെച്ച് തന്നെ ഫിൽട്ടർ ചെയ്തു മാറ്റും. ഓ, അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രയാസത്തോടൊപ്പം തന്നെ എളുപ്പമുണ്ടായിട്ടും നമ്മളത് കാണാതെ പോകുന്നതല്ലേ? നമ്മളതിനെ കാണാൻ ശ്രമിക്കാത്തതല്ല, നമ്മുടെ തലച്ചോറ് ആ നിമിഷത്തിൽ അങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ്. അതെ, തീർച്ചയായും. അപ്പൊ ശരിക്കും നമ്മൾ പോരാടുന്നത് ആ പുറമേയുള്ള സാഹചര്യത്തോട് മാത്രമല്ല, നമ്മുടെ സ്വന്തം തലച്ചോറിന്റെ ഈ നെഗറ്റിവിറ്റി ബയാസിനോടുകൂടിയാണല്ലേ? ഇതൊരു വലിയ തിരിച്ചറിവാണ്. ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഇതെങ്ങനെ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്താമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. നമ്മളിപ്പോൾ ഈ സംസാരിച്ച പ്രയാസവും എളുപ്പവും ഒന്നിച്ചു നിൽക്കുന്നു എന്ന ആശയം ജീവിതത്തിലെ വലിയ ആഘാതങ്ങളെ നേരിടാനുള്ള ഒരുതരം മാനസിക ഷോക്ക് അബ്സോർബറായിട്ട് വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നു. ഷോക്ക് അബ്സോർബറോ? അതൊരു നല്ല ഉപമയാണല്ലോ. അതായത് ഇപ്പോൾ ഒരു വാഹനം വലിയൊരു കുഴിയിൽ വീഴുന്നെന്ന് വയ്ക്കുക. ആ കുഴി അവിടെ തന്നെയുണ്ട്, അത് മാഞ്ഞു പോകുന്നില്ല. പക്ഷേ ഈ ഷോക്ക് അബ്സോർബർ ഉള്ളതുകൊണ്ട് ആ ആഘാതത്തിന്റെ തീവ്രത കുറയുന്നു. വണ്ടിയിലുള്ളവർക്ക് പരിക്ക് പറ്റാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതൊരിക്കലും അവസാനമല്ല, ഇതിനൊപ്പം എനിക്കൊരു എളുപ്പവും കൂടെ കിട്ടുന്നുണ്ടെന്ന ബോധ്യം നമുക്കൊരു മാനസിക പരിരക്ഷ നൽകില്ലേ? കൃത്യമായി പറഞ്ഞാൽ അതാണിതിന്റെ ഏറ്റവും വലിയ പ്രായോഗിക വശം. നമ്മളിൽ പലരും ഇപ്പോൾ ഒരുപാട് വിവരങ്ങളുടെ അതിപ്രസരവും ജോലിഭാരവും കാരണം കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരാണ്. നിങ്ങളിപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് ഏറ്റെടുക്കുമ്പോഴോ അല്ലെങ്കിൽ തീരെ പരിചയമില്ലാത്തൊരു വിഷയം പഠിക്കാൻ ശ്രമിക്കുമ്പോഴോ ഒരു ഘട്ടത്തിൽ എല്ലാം നിർത്തിയിട്ട് പോകാൻ തോന്നും. അതെ, ബേൺ ഔട്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ആ സമയത്ത് ഈ വാചകം ഒരു ടൂളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ തലച്ചോറ് നിങ്ങളോട് പറയാണ്, ഇത് വളരെ ബുദ്ധിമുട്ടാണ്, ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടൂ എന്ന്. എന്നാൽ ഈ ഡിവൈൻ വാഗ്ദാനം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ആ ബുദ്ധിമുട്ടിൽ നിന്ന് ഒളിച്ചോടാനല്ല. പിന്നെന്താണ് ചെയ്യേണ്ടത്? ആ സാഹചര്യത്തെ നമ്മളൊന്ന് റീഫ്രെയിം ചെയ്യണം. പ്രശ്നത്തിൽ മാത്രം ശ്രദ്ധിക്കാതെ എനിക്കിതിൽ നിന്ന് എന്തു പുതിയ കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഏതു പുതിയ സ്കില്ലാണ് ഞാനിവിടെ സ്വന്തമാക്കുന്നത് എന്ന് സ്വയം ചോദിക്കണം. അതായത് നമ്മൾ എന്താണോ അന്വേഷിക്കുന്നത് അതായിരിക്കും നമ്മൾ കണ്ടെത്തുക എന്നതാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ബുദ്ധിമുട്ട് മാത്രം നോക്കിയാൽ നമ്മൾ തളർന്നു പോകും. പക്ഷേ ഇതിനൊപ്പം എവിടെയോ ഒരു എളുപ്പമുണ്ട് എന്ന പൂർണ്ണമായ ബോധ്യത്തോടെ നമ്മൾ തിരഞ്ഞാൽ ആ പ്രതിസന്ധിക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന ആശ്വാസത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയും, അല്ലേ? തീർച്ചയായും. ഇവിടെ നാം മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ എളുപ്പത്തെ കണ്ടെത്തുക എന്നത് വെറുതെ കാത്തിരിക്കുന്ന ഒരു പരിപാടിയല്ല എന്നതാണ്. പ്രശ്നം വരുന്നു, ഞാൻ വെറുതെ ഇരുന്നാൽ എളുപ്പം തനിയെ വരും എന്നല്ല ഈ വാചകം അർത്ഥമാക്കുന്നത്. അതൊരു വളരെ ആക്റ്റീവായ പ്രോസസ്സാണ്. അതെ, നമ്മൾ സ്വയം ശ്രമിക്കണം. പ്രതിസന്ധി നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ തന്നെ ഭയത്തിനടിമപ്പെടാതെ ആ സാഹചര്യത്തെ വിലയിരുത്താൻ നിങ്ങൾക്ക് കഴിയണം. എന്തിനിതെനിക്ക് സംഭവിച്ചു എന്നൊരു വിക്ടിം മൈൻഡ്സെറ്റിൽ നിന്നും ഈ സാഹചര്യത്തിൽ എന്റെ എളുപ്പം എവിടെയാണ് എന്ന അന്വേഷണത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നതാണ് ഈ വാഗ്ദാനത്തിന്റെ കാതൽ. ശരിക്കും ഈ ചിന്താഗതിയിലുള്ള മാറ്റം വളരെ വലുതാണ്. എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യം നമ്മളെ ഭയങ്കരമായി നിരാശരാക്കും. എന്നാൽ ഇതിലെ എളുപ്പം എവിടെയാണ് എന്ന ചോദ്യം നമ്മളെ കൂടുതൽ ആക്റ്റീവാക്കും. നമ്മൾ ഈ ആഴത്തിലുള്ള ചർച്ചകൾക്ക് നാളെ ഒന്നോടെ പരിഗണിച്ചു നോക്കൂ. നാളെ രാവിലെ അവർ ജോലിസ്ഥലത്ത് വലിയൊരു പ്രതിസന്ധിയെ നേരിടാൻ പോവുകയാണെന്ന് കരുതുക. അല്ലെങ്കിൽ സ്വന്തമായി തുടങ്ങിയ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുകയാകാം. അവർക്ക് ഈ ഒരൊറ്റ വരി എങ്ങനെയാണ് ധൈര്യം കൊടുക്കുന്നത്? അവരവരുടെ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഉറക്കമൊഴിക്കേണ്ടിവരും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടിവരും. ആ സമയത്ത് ഈ പറഞ്ഞ നെഗറ്റിവിറ്റി ബയാസ് കാരണം തലച്ചോർ ആ ബുദ്ധിമുട്ടുകളെ 10 മടങ്ങ് വലുതാക്കി കാണിക്കും. ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ നോക്കും. അതെ. അപ്പോ അവർ സ്വയം ഓർമ്മിപ്പിക്കേണ്ടത് ഈ മാറ്റമില്ലാത്ത നിയമത്തെക്കുറിച്ചാണ്. എളുപ്പമില്ലാതെ പ്രയാസവുമില്ല. ആ ബുദ്ധിമുട്ടുകൾ വെറുതെ അങ്ങനെ സംഭവിക്കുന്നതല്ല. അവർ ആ ബുദ്ധിമുട്ടുകളെ നേരിടുമ്പോഴെല്ലാം അവരുടെ അനുഭവസമ്പത്ത് വർദ്ധിക്കുകയാണ്. അവർ കൂടുതൽ മെച്യൂർഡായി മാറുകയാണ്. അവർക്ക് തളർന്നു പോകാതെ മുന്നോട്ടു പോകാൻ ഊർജം നൽകുന്നത് ഈ അറിവാണ്. പ്രയാസമെന്ന പാക്കേജിനുള്ളിൽ തന്നെ എളുപ്പവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സാരം. ഈ പാക്കേജ് ഡീൽ എന്ന് പറയുന്നത് വളരെ ശരിയാണ് കേട്ടോ. നമ്മളിപ്പോൾ പുതിയൊരു സാധനം ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഉപയോഗം മാത്രമല്ല, അതെങ്ങനെ ശരിയാക്കാമെന്ന മാനുവലും അതിൻ്റെ കൂടെ തന്നെ വരാറുണ്ടല്ലോ. ബോക്സ് തുറക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അത് നമുക്ക് കിട്ടും. എന്നാൽ ഇതിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് ആ വാചകത്തിന്റെ തുടക്കമാണ്. അതിനാൽ തീർച്ചയായും എന്ന് തുടങ്ങുന്നതാണോ? അതെ, അതായത് പ്രയാസത്തോടൊപ്പം എളുപ്പവും ഉണ്ട് എന്ന് പറയുന്നതിന് മുൻപ് അതിനാൽ തീർച്ചയായും എന്നൊരു വലിയ പ്രഖ്യാപനമാണ് അവിടെ നടക്കുന്നത്. ശരിയാണ്.
ഒരു പ്രപഞ്ച സത്യത്തെ ഒറ്റ വരിയിൽ സംഗ്രഹിക്കുകയാണ് ശരിക്കും ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത്രയും സങ്കീർണതകൾ നിറഞ്ഞ ഇന്നത്തെ കാലത്ത് എപ്പോഴും പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കുമിടയിൽ ജീവിക്കുന്ന നമുക്ക് ഇതിലും വലിയൊരു ആശ്വാസം വേറെ ലഭിക്കാനില്ല. ഇത് നമ്മോട് ആവശ്യപ്പെടുന്നത് പ്രയാസങ്ങളെ പേടിക്കാതിരിക്കാനാണ്. കാരണം ആ പ്രയാസം ഒരിക്കലും ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്. അതൊരു എളുപ്പത്തെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം. നമ്മൾ ഇന്നത്തെ ഈ ചർച്ച തുടങ്ങിയത് തന്നെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒന്നുകഴിഞ്ഞ് മറ്റൊന്ന് എന്ന രീതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നുള്ള നമ്മുടെ പൊതുവായ ധാരണയെ ചോദ്യം ചെയ്തുകൊണ്ടാണല്ലോ. ഈ വിശകലനത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ എത്തിനിൽക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു തലത്തിലാണ്. പ്രശ്നവും പരിഹാരവും അല്ലെങ്കിൽ പ്രയാസവും എളുപ്പവും രണ്ടും മാറി നിൽക്കുന്ന കാര്യങ്ങളല്ല, മറിച്ച് ഒന്നിനുള്ളിൽ മറ്റൊന്നായി കെട്ടിപിണഞ്ഞു കിടക്കുന്ന ഒന്നാണെന്ന വലിയൊരു തിരിച്ചറിവിലാണ്. അതെ, ഈ വാഗ്ദാനത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യവും അതുതന്നെയാണ്. പ്രയാസത്തിനു ശേഷമുള്ള എളുപ്പമെന്ന് പറയുന്നുണ്ടെങ്കിലും ആ എളുപ്പത്തിന്റെ വിത്തുകൾ പാകുന്നത് ആ പ്രയാസത്തിന്റെ ഒപ്പം തന്നെയാണ്. അത് വളർന്ന് വലുതായി നമുക്ക് പൂർണ്ണമായ ആശ്വാസം നൽകുന്നത് പിന്നീടാകാം. പക്ഷേ ആ പ്രതിസന്ധിയുടെ സമയത്ത് നമ്മൾ ഒരിക്കലും നിസ്സഹായരല്ല. ആ എളുപ്പം എപ്പോഴും നമ്മുടെ ഉള്ളിൽ, നമ്മുടെ കൂടെ തന്നെയുണ്ട്. സത്യം പറയാലോ, ഈ ഒരൊറ്റ വാചകത്തിൽ നിന്ന് ഇത്രത്തോളം ആഴത്തിലുള്ള അറിവുകൾ ലഭിക്കുമെന്ന് ഞാൻ ഒട്ടും കരുതിയിരുന്നില്ല. പ്രയാസങ്ങൾ ഒരിക്കലും ഒന്നിന്റെയും അവസാനമല്ല, അതൊരു പാക്കേജാണ്. നിങ്ങൾക്ക് പ്രയാസം നേരിടുമ്പോൾ അത് മാത്രമാണ് സത്യമെന്ന് നിങ്ങളുടെ തലച്ചോർ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ അതല്ല സത്യം. ഈ വാചകം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു ഓർമ്മപ്പെടുത്തലായി ഉണ്ടാകണം. നിങ്ങൾക്ക് പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എളുപ്പവും അവിടെ തന്നെ എവിടെയോ ഉണ്ട് എന്നത് നിഷേധിക്കാനാവാത്തൊരു സത്യമാണ്. അതൊരു ഉറപ്പാണ്, വെറുമൊരു സാധ്യതയല്ല. ഈ ഉറപ്പാണ് നിങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള കരുത്ത് നൽകേണ്ടത്. ശരിയാണ്. ഈ വലിയൊരു ഉറപ്പോടെ തന്നെ നമ്മൾ ഇന്നത്തെ ഈ ആഴത്തിലുള്ള ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്നാൽ നിങ്ങളെ വെറുതെ വിടാൻ ഞങ്ങൾ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ആഴത്തിൽ ചിന്തിക്കാനൊരു കാര്യം കൂടി ഞാൻ നൽകുകയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് പ്രകാരം ഓരോ പ്രയാസത്തോടൊപ്പവും തീർച്ചയായും എളുപ്പമുണ്ടെങ്കിൽ ആ എളുപ്പത്തെ കണ്ടെത്താനുള്ള നിങ്ങളുടെ കഴിവ് എത്രത്തോളമുണ്ട്? നമ്മളെപ്പോഴും അടഞ്ഞുകിടക്കുന്ന വാതിലുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നതുകൊണ്ടാവില്ലേ തൊട്ടടുത്ത് തുറന്നുകിടക്കുന്ന ജനാലകൾ നമ്മൾ കാണാതെ പോകുന്നത്? ഈ പ്രയാസത്തിന്റെ ഇരുട്ടിനുള്ളിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ തലച്ചോറിന്റെ ആ നെഗറ്റിവിറ്റി ബയാസിനെ മറികടന്നുമുണ്ട് അവിടെ മറഞ്ഞിരിക്കുന്ന ആ എളുപ്പത്തെ കണ്ടെത്താൻ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് എങ്ങനെ പരിശീലിപ്പിക്കാം? ഈ ഒരു ചോദ്യം നിങ്ങളിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ അന്വേഷണം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.